എവരിവൺ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജാണ് എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്ത്, കലോറി ഡെഫിഷ്യൻ ഡയറ്റ് ആണ് ഫോളോ ചെയ്തതെന്ന് അറിയാം, പക്ഷെ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, എന്ത് മെനു ആണ് ഫോളോ ചെയ്തത്. സോ ഹിയർ ദ മെനു ഗൈസ്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ടൈമിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എടുക്കേണ്ടത്. എനിക്ക് 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ബാക്കി എല്ലാ ദിവസവും ഞാൻ പണിക്ക് പോയിരുന്നു. ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു ആ ടൈമിൽ. സോ ആ ടൈമിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ഒരു 4 മണിക്ക് എണിക്കും. 4 മണിക്ക് എണിച്ച പാടെ ഞാനൊരു ഡിയോക്സിഡൻ ഡ്രിങ്ക് വെച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറ്. ഡിയോക്സിഡൻ ഡ്രിങ്ക് ഞാൻ ഏതായിരുന്നു കുടിക്കണ്ടായിരുന്നു വെച്ചാൽ, ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാം വാട്ടറിൽ ഒരു ഹാഫ് ലെമൺ, അത് മാത്രമായിരുന്നു നോർമലി ഞാൻ എടുക്കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ, ബ്ലീഡിങ് നിന്നിട്ടുള്ള ഫസ്റ്റ് ഡേ, ഞാനൊരു പിഞ്ച് ഓഫ് ജീരകവും ഒരു പിഞ്ച് ഓഫ് ഉലുവയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ ഡിയോക്സിഡൻ ഡ്രിങ്ക് കുടിക്കാറുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാനൊരു ബൗൾ ഓഫ് ഫ്രൂട്ട്സ്, ഒരു ബൗൾ ഓഫ് കട്ടഡ് ഫ്രൂട്ട്സ് കഴിക്കും. ആൻഡ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കരുതും എനിക്ക് വണ്ണം കുറഞ്ഞാൽ മതി, അതിന് ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് വെജിറ്റബിൾസും മാത്രം കഴിച്ചാൽ ഞാൻ വണ്ണം കുറയുന്നു. അതൊരു മണ്ടത്തരമാണ്. ഓക്കെ, ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉണ്ട് നിങ്ങളെ വണ്ണം വെപ്പിക്കണത്, നിങ്ങളെ വണ്ണം കുറയ്ക്കണത്. സോ അത് ചൂസ് ചെയ്യുമ്പോൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചൂസ് ചെയ്യുമ്പോഴും അതൊക്കെ അറിഞ്ഞിട്ട് ചൂസ് ചെയ്യുക. സോ ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസിന്റെ നെയിമും ഫ്രൂട്ട്സിന്റെ നെയിമും മെൻഷൻ ചെയ്യാം, നിങ്ങളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സോ ഒരു ബൗൾ ഓഫ് കട്ടഡ് ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഷിഫ്റ്റിന് പോവും. ദെൻ ഒരു 11:30 മണിയാകുമ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ മെയിൻ മീൽ കഴിക്കാറ്. ഒരു 2 ഫുൾ എഗ്, 2 എഗ് വൈറ്റ്, ദെൻ ഒരു ചപ്പാത്തി, അതേപോലെ തന്നെ എന്തെങ്കിലും തോരൻ, വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും ഒരു കറി. പക്ഷെ ആ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. ഒരു മൈൽഡ് ആയിട്ടുള്ള സ്പൈസസ് മാത്രം ഞാൻ ഇടാറുള്ളൂ. ഓവർ ആയിട്ടുള്ള നമ്മുടെ എരിവ്, പുളി, ഉപ്പ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഒരു 3:30 ആകുമ്പോൾ ഞാൻ വീണ്ടും ഒരു ബൗൾ ഓഫ് കട്ടഡ് വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്. മെയിൻലി കുക്കുംബർ ആണ് ഞാൻ കഴിക്കാറ്, കാരണം അത് ലെക്സ് എക്സ്പെൻസീവ് ആണ്. കുക്കുംബർ ആണ് കഴിക്കാറ്. അല്ലെങ്കിൽ ഈ ലിഡിലൊക്കെ കട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും, ഓൾറെഡി പാക്ക് ചെയ്തിട്ടുള്ളത്. സോ അതും ഒരു 1 സ്പൂൺ ഓഫ് 0% ഗ്രീക്ക് യോഗേർട്ടും കൂടിയും കഴിക്കും. അത് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ വിത്തൗട്ട് ഷുഗർ. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി, ഓക്കെ, വീട്ടിൽ ഉള്ള കറിയും, പിന്നെ എന്തെങ്കിലും എനിക്ക് അപ്പോഴും വിശപ്പ് നിന്നില്ല, കാരണം എനിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പായിട്ടാണ് തോന്നാറ്. സോ ആ ഒരു ടൈം ഞാൻ ഒരു ചപ്പാത്തിയും കറിയും കഴിച്ചാൽ എനിക്കൊന്നും ആവാറില്ല. അപ്പം ഞാൻ കുറച്ച് കട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. ആൻഡ് നിങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞില്ല, നിങ്ങൾ എക്സ്ട്രീം ആയിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്തിട്ട് വീടെത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഫുഡ് ഫ്രിഡ്ജിൽ വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് വീട്ടിൽ വേണം, നിങ്ങൾക്ക് ഡയറ്റ് ഫുഡ്. കാരണം എന്താണെന്ന് പറയുക, ആ ടൈമിൽ നിങ്ങളുടെ ബോഡി ഔട്ട് ഓഫ് കൺട്രോൾ ആവും, കണ്ണി കാണുന്നതൊക്കെ തിന്നാൻ തോന്നും, ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമാവും, ചോറും കറിയൊക്കെ കിട്ടിയ സ്വർഗത്തിലെത്തിയൊരു ഫീൽ തോന്നും. ഓക്കെ, സോ ആ ടൈമിലാണ് മെയിൻലി നമ്മുടെ ഡയറ്റ് കട്ടാവുക. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്തെങ്കിലും ഡയറ്റ് ഫുഡ് നിങ്ങളുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. അത് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ നിന്ന് പഠിച്ചൊരു പാടാണ്. മെയിൻലി എൻ്റെ ഡയറ്റ് പൊട്ടാറ് ആ ഒരു ടൈമിലാണ്. സോ ഇതൊന്ന് നോട്ടീസ് ചെയ്യുക. ആൻഡ് ഈ സംഭവങ്ങളാണ്, ഈ ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്ത്. എന്നിട്ട് മോർണിംഗ് എത്തി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി എണിച്ച് കഴിഞ്ഞ് ഈ സെയിം തിങ്സ് നെക്സ്റ്റ് ഡേയും ഫോളോ ചെയ്യും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഗൈസ്. ആൻഡ് നിങ്ങളൊരു മെനു ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, ഒരു ഡിഷ് വെച്ചിട്ട് ഒരിക്കലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞേക്കണ എല്ലാം ഒരു ഡിഷുകളാണ്. ഓക്കെ, ഇത് നിങ്ങളൊരു 3 ആഴ്ച ഫോളോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഭയങ്കര മടുപ്പാവും. സോ ഒരു 5-6 ഡിഷുകൾ കയ്യിൽ വേണം നമ്മുടെ, എന്നിട്ട് വേണം നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ആഴ്ച ഓക്കെ ഇങ്ങനെ, ഇപ്പോൾ ഞാൻ രാവിലെ എണിച്ചു, ഒരു ബൗൾ ഓഫ് കട്ടഡ് ഫ്രൂട്ട്സ് കഴിച്ചു, ചപ്പാത്തി കഴിച്ചു, വീണ്ടും വെജിറ്റബിൾസ് കഴിച്ചു, അങ്ങനെ. അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഇതൊന്ന് റിവേഴ്സ് കഴിക്കുക, എണിച്ചപ്പാട് ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ ചപ്പാത്തിയുടെ പകരം എന്തെങ്കിലും വീറ്റ് ബ്രെഡോ ഇല്ലെങ്കിൽ വീറ്റ് നാനോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ റീപ്ലേസ് ചെയ്തു, ഇല്ലെങ്കിൽ ചപ്പാത്തി വേണ്ടാന്ന് വെച്ചിട്ട് ഒരു എഗ്ഗ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. അങ്ങനെ കലോറി എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുക. ആൻഡ് മെയിൻലി എൻ്റെ ഡയറ്റിൽ നോ ഷുഗർ, ലോ കാർബ് ഇൻടേക്ക് ആയിരുന്നു. ഞാൻ നോ കാർബ് എന്ന് പറയണില്ല, ബിക്കോസ് ഈ ചപ്പാത്തിയിൽ കാർബ് ഇൻടേക്ക് ഉണ്ട്. സോ നോ കാർബ് ഇൻടേക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു മെയിൻ ഡിഷായിരുന്നു ഓട്സ് കഞ്ഞി. നമ്മുടെ ശരിക്കും പൊടിയരി കഞ്ഞി പോലെയാണ്. ഓട്സ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് കഞ്ഞി പോലെ ആക്കുക, എന്നിട്ട് അതും കറി. ഇത് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ ഞാൻ കഴിക്കാറുണ്ട്. കാരണം കുറേ നേരത്തേക്ക് വയർ ഫുള്ളാക്കി വെക്കാൻ പറ്റില്ല, പക്ഷെ കഴിക്കണത് കുറച്ച് കഴിച്ചാൽ വയറ് ഭയങ്കര ഫുള്ളായിട്ട് തോന്നും. സോ ഇങ്ങനത്തെ മീലുകൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഐ നോ ദിസ് ഇസ് നോട്ട് ഈസി ഗൈസ്. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മേ ബി ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇത് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക
കുറെ കാലം നമ്മളിത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മടുക്കും. പക്ഷേ ഈ കുറച്ച് കാലത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ യു ഗൈസ് വിൽ ബി സോ ഹാപ്പി ആൻഡ് നിങ്ങൾക്ക് അപ്പം തോന്നും സാരല്ല കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഒരു ബോഡി ഫിഗർ കിട്ടില്ലേ എന്ന്. ഞാനും അങ്ങനെയായിരുന്നു. സോ ഐ തിങ്ക് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഗൈസ് ടു ഫോളോ എ ഗുഡ് ഡയറ്റ് ആൻഡ് ഗുഡ് മെനു. ആൻഡ് നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിനെ പറ്റിയുള്ള ടിപ്സ് ഇൻഫോർമേഷൻസ് ഒക്കെ കാണാനും അറിയാനും വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് മീ. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് ഡൗട്ടുകൾ ചോദിക്കാം. മേ ബി ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ എന്തായാലും ചെയ്യണതാണ്. സോ ടു നോ മോർ ഡീറ്റെയിൽസ് ആൻഡ് മോർ ഐഡിയാസ് അബൌട്ട് ദ വെയിറ്റ് ലോസ്, just subscribe me. Thank you. Bye bye.